ഹായ് ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പഴയ ഒരു പുതിയ സിനിമയാണ്. പഴയെന്ന് പറയാൻ കാരണം ഇതൊരു 10 വർഷം ബാക്ക് റിലീസ് ചെയ്ത മൂവിയാണ്, 2015. പുതിയെന്ന് പറയാൻ കാരണം ഇതങ്ങനെ ഞാൻ എവിടെ മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല. സോ ഈ മൂവിയുടെ പേരാണ് ഹാർഡ്കോർ ഹെൻറി. സോ ബേസിക്കലി ഇത് മൂവിയുടെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് ഫുൾ തുടക്കം തൊട്ട് അവസാനം വരെ ഇതിന്റെ മെയിൻ ലീഡിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഈ സിനിമ പോകുന്നത്. സാധാരണ നമ്മൾ ചില സിനിമകളിൽ ഇപ്പം ഒരു പെർസ്പെക്റ്റീവ് വീഡിയോ അല്ലെങ്കിൽ ഒരു സ്മോൾ ക്യാം രീതിയിലൊക്കെ വല്ലപ്പോൾ 1-2 ഷോർട്സ് ഒക്കെ ആണുള്ളൂ. എനിക്ക് മനസ്സിലായി അങ്ങനത്തെ ഷോർട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ മൂവി എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ അങ്ങനെ തന്നെയാണ്. സോ ഇതിന്റെ തീം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോർ, ആക്ഷൻ, വയലൻസ് ഇതല്ല. പിന്നെ ഇതെല്ലാം നമുക്ക് നമ്മളൊരു ഇയാൾ വെച്ച് കാണുന്ന പോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ഈ മൂവിയുടെ ഡയറക്ടറുടെ പേര് ഇയാൻ മൈഷ്ലർ എന്നാണ്. സോ ഇതിന്റെ മെയിൻ ലീഡും ഇതിന്റെ സംവിധായകൻ തന്നെയാണ്. സോ ബേസിക്കലി ഈ മൂവി എന്ന് പറഞ്ഞ ഒരു സംവിധായകന്റെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോ ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാം, കാസ്റ്റ് ബേസിക്കലി മീനില്ല, കുറച്ചേ ഉള്ളൂ ആൾക്കാരില്ല. ഹാർഡ്കോർ ഹെൻറിയിലെ മെയിൻ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഷാർഷോ കോപ്ലൻ എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. പുള്ളിയുടെ ഞാൻ ഒരു മൂവി കണ്ടിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് 9 ആണ്. സോ ഈ ഹാർഡ്കോർ ഹെൻറിയിൽ പുള്ളി ഒരു നല്ലൊരു ജോബ് തന്നെ ആയിട്ടുണ്ട്. സപ്പോർട്ടിംഗ് റോൾസ് ആണ് പുള്ളി ചെയ്തിരിക്കുന്നത്. കുറെ വെസറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം പുള്ളി ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഇതിന്റെ സ്റ്റോറി ലൈൻ വെരി ബേസിക് ആണ്, ഒരു യൂഷ്വൽ റിവെഞ്ച് ത്രില്ലർ. പിന്നെ ഇതിന്റെ ആക്ഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയാ, കൊറിയോഗ്രാഫ്, വെൽ പ്ലാൻഡ് ആണ്. എല്ലാം ട്രാക്കിംഗ്, സിംഗിൾ ഷോട്ട്, സ്റ്റിച്ച് കട്ട്സ് ഒക്കെയാണ്. സോ നമുക്ക് എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടെന്ന് പോലും അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ഈ മൂവി വലിയ ആക്ഷൻ രീതിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയൊക്കെ കാണാൻ ആഗ്രഹിക്കപ്പെടുന്നവർക്ക് ഈ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ ആക്ഷൻസ് ആണെങ്കിലും മേക്കിംഗ് എല്ലാം, വിഎഫ്എക്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഈ മൂവി ചിലപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഈ സിനിമ. എന്ന് വെച്ചാൽ ഇത് ഫുൾ ഒരു VR എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയാണ്. ചിലർക്ക് മോഷൻ സിക്നസ് വരെ തോന്നുന്ന രീതിയിൽ ചിലപ്പോൾ തലവേദന വരെ ഇടും. പക്ഷെ ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ നാള് മുന്നേ കണ്ടുവന്നു. അപ്പം ഞാനിങ്ങനെ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. സോ ഈ മൂവി ആമസോൺ പ്രൈമിലും ആപ്പിളിന്റെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുക. കണ്ടവർ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് പറയുക. സോ എവരിവൺ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.